ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളെ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഓറഞ്ച് ബർഫിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ ഓറഞ്ച് ബർഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ചാണ്. ഞാനിപ്പോൾ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഓറഞ്ചിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ച് ബർഫി തയ്യാറാക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. പാലിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കൂടി ചേർക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് പാലിന് പകരം 1/2 ലിറ്റർ പാല് നമ്മൾ എടുക്കണം. ഈ 1/2 ലിറ്റർ പാല് നല്ലതുപോലെ കുറുകിയിട്ട് വരുന്നത് വരെയും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത്രയും കട്ടിയാവുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കണം. അത്രയും സമയം കൊണ്ടിട്ട് ഇത് കുറച്ചുകൂടി തിക്കായിട്ട് വരും. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാലിപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിന് നല്ല പുളിയുണ്ട്, അതിൻ്റെ പേരിലാണ് ഞാൻ 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തത്. അല്പം പുളി കുറവായിട്ടുള്ള ഓറഞ്ചാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മതിയാവും. ഇനി ഈ ഷുഗർ എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ ഷുഗർ എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓറഞ്ച് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടിയെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡ് കളർ ഒഴിവാക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഓറഞ്ചിൻ്റെ പീസെല്ലാം നല്ലതുപോലെ വെന്തിട്ട് എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരല്പം ബദാമും കൂടി ചേർക്കുകയാണ്. ഫൈനലി നമുക്ക് ഇതിൻ്റെ കൂടെ 1 കപ്പ് ഫുള്ള് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. 1 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. നെയ്യ് കൂടി ചേർത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലൊരു ട്രേയിലാണ് ബർഫി സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ഒരല്പം നെയ്യ് കൂടി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ട്രേയിൽ തന്നെ വെക്കണം എന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും നമുക്കിത് വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇത് നല്ലതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ബദാം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബദാമല്ല, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് വരുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. എന്നാൽ ശരി, ഞാൻ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ബർഫി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഷമീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.